നമസ്കാരം. ദി വൺ ആൻഡ് ഓൺലി ഷീയിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഗസ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കൈവച്ച മേഖലയിലെല്ലാം തന്നെ സക്സസ് ആയ ഒരു വ്യക്തിയാണ്. ആൾ നമുക്ക് എല്ലാവർക്കും ഒരു ഇൻസ്പിറേഷൻ തന്നെയാണ്. ആളൊരു RJ ആണ്, VJ ആണ്, ആക്ട്രസ്സാണ്, ലൈഫ് കോച്ചാണ്, റൈറ്ററാണ്. ഇപ്പോൾ തന്നെ എല്ലാവർക്കും ആൾ ആരാന്ന് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ പ്രത്യേകിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമൊന്നുമില്ല, കാരണം ഞാൻ ഇൻട്രൊഡക്ഷൻ പറഞ്ഞാൽ അത് മതിയാവില്ല. അപ്പോൾ എന്തായാലും വളരെ ബഹുമാനത്തോടു കൂടെ തന്നെ ഞാൻ സ്വാഗതം ചെയ്യുന്നു ദി വൺ ആൻഡ് ഓൺലി അശ്വതി ശ്രീകാന്ത്. താങ്ക് യു സോ മച്ച് മാം. നമസ്കാരം. നമസ്കാരം. വെൽക്കം ടു ദ ഷോ മാം. താങ്ക് യു. സുഖമായിട്ടിരിക്കുന്നു? ഓ, സുഖമായിട്ടിരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഞാൻ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ പോലെ തന്നെ ആദ്യം ചോദിക്കാം. മാം കടന്നു വന്ന എല്ലാ മേഖലയിലും മാം സക്സസ് ആണ്. അതിനൊരു രഹസ്യം എന്താണ് മാം? അയ്യോ, അങ്ങനെ ചോദിച്ചാൽ നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും നമ്മുടെ 100% കൊടുക്കുക എന്നുള്ളതാണ്. ഇതിപ്പോൾ എനിക്ക് തോന്നുന്നത് എന്നെക്കൊണ്ട് പറ്റുന്ന കാര്യങ്ങളാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. എനിക്ക് പറ്റാത്ത പലതും ഞാൻ ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോൾ അമ്പേ പരാജയങ്ങളായി പോയേനെ. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ പലതും ചെയ്താലും നമ്മൾ സക്സസ് ആയതാണല്ലോ, സക്സസിൻ്റെ സൗണ്ടാണല്ലോ കേൾക്കുക. അപ്പോൾ അങ്ങനെ ഉണ്ടാവും. എൻ്റെ ലൈഫിൽ ഫെയിലിയേഴ്സ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അത്ര നോട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടാവില്ല. സക്സസ് ആയതാണ് ആളുകൾ കൂടുതൽ കണ്ടത് എന്നുള്ളതുകൊണ്ട്. അപ്പം മാം ആദ്യം എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രിയിലാണ് ആദ്യം വന്നത്, അത് RJ ആയിട്ട്. എങ്ങനെയായിരുന്നു അതിലേക്കുള്ളൊരു വരവ്? എങ്ങനെയായിരുന്നു അത്? വളരെ റാൻഡമായിട്ട് സംഭവിച്ചു പോയൊരു കാര്യമാണ്. ഞാൻ MBA ഒക്കെ കഴിഞ്ഞിട്ട് ഞാനൊരു കോർപ്പറേറ്റിൽ വർക്ക് ചെയ്യായിരുന്നു, അഡ്മിനിസ്ട്രേഷനിൽ വർക്ക് ചെയ്യായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ ഒരു ഇതുപോലെ കുറച്ച് ചെറിയ ഈവൻറ്റ്സ് ഒക്കെ കൊച്ചിയിൽ ഹോസ്റ്റ് ചെയ്യായിരുന്നു. അത് ചുമ്മാ ഈ ഒരു സൈഡ് ഇൻകം പോലെ നമ്മൾ അങ്ങനെ ചെയ്തിരുന്നത്. അങ്ങനെ ചെയ്തപ്പോൾ അവിടുന്ന് കണ്ട് ഇങ്ങനെ ഒരു റെഫറൻസ് വന്നു, കൊച്ചിയിലെ റെഡ് FM ഇതുപോലൊരു RJ ഹണ്ട് നടക്കുന്നുണ്ട്, വൈ ഡോണ്ട് യു ട്രൈ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു സുഹൃത്ത് പറഞ്ഞ് പുഷ് ചെയ്ത് അങ്ങനെ വെറുതെ ഒരു രസത്തിന് പോയി നോക്കിയതാണ്. സംഭവം അത് കിട്ടി കഴിഞ്ഞപ്പോഴേക്കും ഇങ്ങനെ പലരും പറഞ്ഞു ഇങ്ങനെ RJ ഒക്കെ ആവുന്നത് ഇങ്ങനെ അധികം ആർക്കും അന്നത് ഭയങ്കര RJ ആവാന്ന് പറഞ്ഞാൽ അന്നതൊരു ഈ RJ എന്ന് പറയുന്ന ആ ഒരു കരിയർ ഭയങ്കര ഹിറ്റായി നിൽക്കുന്നൊരു സമയമായിരുന്നു. അപ്പോൾ വൈ ഡോണ്ട് യു ട്രൈ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാനങ്ങനെ എന്നാ ചുമ്മാ ഒന്ന് ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞ് ചെയ്ത് തുടങ്ങിയതാണ്. പിന്നെ ഫുള്ളി ലൈഫ് എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രിയിലേക്ക് അങ്ങായി. അപ്പോൾ RJ കഴിഞ്ഞിട്ട് പിന്നെ ആങ്കറിങ്ങിലും മാം ചാനലിൽ വന്നു. അത് നേരെ സീരിയൽ, അതും ഫസ്റ്റ് ചെയ്ത സീരിയലിൽ തന്നെ സ്റ്റേറ്റ് അവാർഡ്. ആ സമയത്തുള്ള ആ ഒരു ഫീലിംഗ് എങ്ങനെയായിരുന്നു മാം? അതിന് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയതിൻ്റെ ഫീലിംഗ് അത് ഭയങ്കര, എന്നെ സംബന്ധിച്ചിടത്തോളം അത് ഭയങ്കര ഡിഫറെൻ്റ് ആയിരുന്നു. കാരണം എൻ്റെ രണ്ടാമത്തെ മകളുണ്ടായി പിറ്റേ ദിവസം രാവിലെയാണ്, അതായത് ഞാൻ ഹോസ്പിറ്റലിലായിരുന്നു ആ സമയത്തും, അപ്പോഴാണ് അങ്ങനെ ഒരു അവാർഡിൻ്റെ വാർത്ത വന്നത്. അതുകൊണ്ട് ഇറ്റ് വാസ് ക്വൈറ്റ് ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം കുറേ ചാലഞ്ചസ് ഉണ്ടായിരുന്നു നമ്മൾ ആ സീരിയൽ തുടങ്ങിയ സമയത്ത്. ബിക്കോസ് അത് കോവിഡിൻ്റെ ആ ഒരു ലോക്ക്ഡൗണിൻ്റെ സമയത്താണ് നമ്മൾ ആ സീരീസ് ചെയ്തിരുന്നത്. ആ സമയത്താണ് ഞാൻ ക്യാരിയിങ് ആവുന്നതും. അപ്പോൾ ആ പ്രഗ്നൻസി ത്രൂ ഔട്ട് ഞാൻ കുഞ്ഞിനെ കൊണ്ട് സെറ്റിൽ പോയിരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഇറ്റ് വാസ് വെരി സ്പെഷ്യൽ. അപ്പോൾ അതിനൊരു റെക്കഗ്നീഷൻ കിട്ടാന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. ഇതെന്നൊക്കെ എൻ്റർലി ഡിഫറെൻ്റ് ആയിട്ടാണ് പിന്നെ ലൈഫ് കോച്ച് എന്ന് പറഞ്ഞ ഒരു പ്രൊഫഷനിലേക്ക് അതിലേക്ക് വരാനുണ്ടായ ഒരു സാഹചര്യം എന്തായിരുന്നു? എനിക്ക് തോന്നുന്നു എനിക്ക് എല്ലാ കാലത്തും എനിക്ക് ആൾക്കാരെ കേൾക്കാൻ ഇഷ്ടമായിരുന്നു. സോ നമ്മൾ ഒരു പബ്ലിക് പ്രൊഫൈലിൽ നിൽക്കുന്ന സമയത്ത് ഒരുപാട് ആൾക്കാർ നമ്മളുമായിട്ട് കണക്ട് ചെയ്യും. അപ്പം നമുക്ക് കേൾക്കാനൊരു ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ കഥ പറയാൻ അല്ലെങ്കിൽ അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ ഒരുപാട് ആളുകൾ നമ്മുടെ അടുത്തേക്ക് വരും. അപ്പോൾ അങ്ങനെ ഒരുപാട് ആളുകൾ നമ്മുടെ അടുത്തേക്ക് വരികയും ചിലരുടെ സ്റ്റോറി കേൾക്കുമ്പോൾ നമുക്ക് തന്നെ അത് എടുക്കാൻ പറ്റാതിരിക്കുകയും ഭയങ്കര ഇൻറ്റൻസ് ആയിട്ട് അവരോടൊപ്പം നമ്മൾ പെയിൻ അനുഭവിക്കുകയും ചെയ്യുന്ന സിറ്റുവേഷൻ ഉണ്ട്. പിന്നെ നമ്മൾ ഒരു തരത്തിൽ നമുക്ക് ഇവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ലല്ലോ എന്നോർത്തിട്ട് ഹെൽപ്ലെസ് ആയി പോകുന്ന സിറ്റുവേഷൻ ഉണ്ട്. അങ്ങനെയുള്ളൊരു പോയിന്റിൽ നിന്നാണ് ഞാൻ ആലോചിച്ചത്, എന്തുകൊണ്ട് എനിക്ക് എന്തെങ്കിലും ചെയ്തുകൂടാം ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, രാദർ ദാൻ ജസ്റ്റ് കേൾക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് എങ്ങനെ സപ്പോർട്ട് ചെയ്യാം, മെൻ്റൽ വെൽനെസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എന്ത് കോൺട്രിബ്യൂട്ട് ചെയ്യാം എന്നുള്ളൊരു, ഇതൊക്കെയും ആ ഒരു കോവിഡിൻ്റെ സമയത്ത് തൊട്ട് ഇങ്ങോട്ടേക്കുള്ളൊരു ജേർണിയാണ്. അങ്ങനെയാണ് ലൈഫ് കോച്ച് ആയത്. അപ്പോൾ പിന്നെ പഠിക്കാൻ തീരുമാനിച്ചു. അലോങ് വിത്ത് ദ കരിയർ ത്രൂ ഔട്ട് ഇപ്പോൾ കുറച്ച് വർഷങ്ങളായിട്ട് കണ്ടിന്യൂസ് മെൻ്റൽ വെൽനെസ്സുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന പലതരത്തിലുള്ള കോഴ്സസ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് ലൈഫ് കോച്ച് ആയത്. ഇപ്പം നമുക്കറിയാം ഓരോരുത്തരെ നമ്മൾ മോട്ടിവേറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അവർക്ക് ഓരോ പ്രോബ്ലത്തിന് സൊല്യൂഷൻ കൊടുക്കുമ്പോൾ മാം എപ്പോഴെങ്കിലും മാമിൻ്റെ ലൈഫ് എക്സ്പീരിയൻസ് ഒരു പഠനമായിട്ട് അതിൽ കണ്ടിട്ടുണ്ടോ? ആക്ച്വലി നമ്മൾ ആർക്കും സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കുകയല്ല ചെയ്യുന്നത്. അവർക്ക് വേണ്ട സൊല്യൂഷൻ എന്താണെന്നുള്ളത് അവരെ കൊണ്ട് പറയിപ്പിക്കുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അത് കണ്ടുപിടിക്കാൻ അവരെ ഹെൽപ്പ് ചെയ്യുകയാണ് ബേസിക്കലി നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പലതും കേൾക്കുമ്പോൾ തോന്നും, ഓ ഞാനിത് കൂടെ കടന്നു പോയിട്ടുണ്ടല്ലോ, അല്ലെങ്കിൽ എൻ്റെ എക്സ്പീരിയൻസുമായിട്ട് ഇതിന് സിമിലാരിറ്റി ഉണ്ടല്ലോ എന്നുള്ളത്. പക്ഷേ അത് വെച്ചിട്ട് നമുക്ക് ഒരിക്കലും അവരെ ജഡ്ജ് ചെയ്യാനോ അല്ലെങ്കിൽ ഇതുപോലൊന്ന് ചെയ്തു നോക്കൂ ഞാനിങ്ങനെയാണ് ചെയ്തതെന്ന് പറയുന്നത് കൊണ്ട് വലിയ ഗുണം ഉണ്ടായിക്കൊള്ളുന്നില്ല. കാരണം
അവർ നിൽക്കുന്ന കണ്ടീഷൻസ് എൻ്റർലി ഡിഫറെൻ്റ് ആയിരിക്കും. അവരുടെ അച്ഛനും അമ്മയും ഡിഫറെൻ്റ് ആണ്, അവർ വളർന്നു വന്ന സാഹചര്യങ്ങൾ ഡിഫറെൻ്റ് ആണ്. അവർ എക്സ്പീരിയൻസ് ചെയ്യുന്നൊരു കാര്യം നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തതുമായിട്ട് സിമിലർ ആണെന്നുള്ളത് കൊണ്ട് നമ്മുടെ സൊല്യൂഷൻ അവർക്ക് വർക്ക് ആവണമെന്നില്ല. അവരുടെ ഏറ്റവും ആപ്റ്റായിട്ടുള്ള സൊല്യൂഷൻ എന്താണെന്നുള്ളത് കണ്ടെത്താൻ അവരെ ഹെൽപ്പ് ചെയ്യുക മാത്രമേ നമ്മൾ ചെയ്യുന്നത്. അത് കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ളതാണെന്ന് മാമിന് തോന്നിയിട്ടുണ്ടോ? അപ്പം നമ്മൾ ഫസ്റ്റ് അതാണ് ലൈക്ക് അവരുടെ സൊല്യൂഷൻ അവരെ കൊണ്ട് പറയിപ്പിക്കൽ ആക്ച്വലി ഇറ്റ്സ് എ പ്രോസസ്സ്. അപ്പോൾ അത് വൺസ് നമ്മൾ പഠിച്ച് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് വലിയ കുഴപ്പമില്ലാത്തൊരു പ്രോസസ്സാണ്. അങ്ങനെ അല്ലാതെ നമ്മുടെ സൊല്യൂഷൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ ഭയങ്കര എളുപ്പമാണ്. അതിപ്പോൾ ചെന്നിട്ട് ഇത് ഞാനിങ്ങനെ ചെയ്ത് നോക്കൂ എന്ന് പറയുന്നുള്ളൂ. നമ്മൾ ഡയറ്റ് എടുത്തിട്ട് ചില കാര്യങ്ങൾ നമുക്ക് വർക്കായി കഴിഞ്ഞാൽ നമ്മളിത് എല്ലാവരോടും പറഞ്ഞു കൊടുക്കും അല്ലേ. ഞാൻ ഈ മറ്റേ നാരങ്ങയും ഹണിയോ അത് അങ്ങനെ കഴിച്ച് ഇങ്ങനെ കഴിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് വണ്ണം കുറഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ വർഷങ്ങളായിട്ട് ഇത് കഴിക്കുന്ന ചില ആൾക്കാർ പറയും എനിക്കിത് വർക്കാവുന്നില്ലല്ലോ. അപ്പോൾ പല തരത്തിലുള്ള സൊല്യൂഷൻസ് ഉണ്ടായിരിക്കും, പക്ഷേ അത് എല്ലാവർക്കും ഫിറ്റ് ആയിക്കൊള്ളണമെന്നില്ല. ഇപ്പോൾ മാം നേരത്തെ ജഡ്ജ്മെൻറ്റിൻ്റെ കാര്യം പറഞ്ഞു. നമുക്ക് ജഡ്ജ്മെൻ്റ് ഇല്ലാതെ ഒരാളെ കേട്ടിരിക്കുക എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. അപ്പോൾ അതൊക്കെ ഹാൻഡിൽ ചെയ്യുമ്പോൾ എങ്ങനെയായിരുന്നു? നമുക്ക് തന്നെ ഒരു പോയിന്റിൽ എത്തുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മളിപ്പോൾ കുറച്ച് ജഡ്ജ്മെൻ്റൽ ആയിട്ടാണ് ഇവരെ കേൾക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഇനീഷ്യലി എല്ലാവരെയും പോലെ എനിക്കും ആ പ്രശ്നം ഉണ്ടായിരുന്നു. നമ്മളോട് ഒരാൾ സംസാരിക്കുമ്പോഴേക്കും നമ്മൾ പെട്ടെന്ന് ഇനി അടുത്തത് ഇതായിരിക്കും പറയാൻ പോകുന്നത് നമുക്കൊരു ഐഡിയ കിട്ടും, അല്ലെങ്കിൽ ഇവരിങ്ങനെ ചെയ്തുകൊണ്ടായിരിക്കും ഈ ഒരു പ്രശ്നം വന്നത്. മേ ബി ഇപ്പോൾ ഒരു റിലേഷൻഷിപ്പ് ഇഷ്യൂ, അപ്പോൾ അവരുടെ പാർട്ട് പറയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ആലോചിക്കാം ഇതിപ്പോൾ ഇന്നത് ഇവരുടെ ഭാഗത്ത് എങ്ങനെ മിസ്റ്റേക്ക് കൊണ്ടായിരിക്കും ഇവരുടെ പാർട്ട്ണർ. അങ്ങനെ നമുക്ക് ജഡ്ജ്മെൻ്റൽ ആവാം. സോ ദാറ്റ് ഈസ് വെരി ഈസി. അങ്ങനെ ജഡ്ജ്മെൻ്റൽ ആവാനും ഒരു കൺക്ലൂഷനിലെത്താനും ഈ ഒരു ജഡ്ജ്മെൻറ്റിനെ വന്നിട്ടാണ് പലരും പലരോടും ഓപ്പൺ അപ്പ് ആവാത്തത്. നമ്മളെക്കുറിച്ച് എന്തെങ്കിലും മോശം വിചാരിക്കുകയോ അല്ലെങ്കിൽ നമ്മുടെ ഒരു വൾണറബിലിറ്റി ആണല്ലോ നമ്മളൊരു പോയിന്റിൽ പോയിട്ട് ഓപ്പൺ ചെയ്യുന്നത്. നാളെ ഇത് വെച്ചിട്ട് നമ്മളെ ജഡ്ജ് ചെയ്തിട്ട് സംസാരിക്കാമെന്ന് പറഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ അത് എടുക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ അതുകൊണ്ട് ജഡ്ജ്മെൻ്റൽ ആവാതിരിക്കാൻ ഒരു ട്രെയിനിങ് ആവശ്യമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ മാം ഫസ്റ്റ് ടൈം ഇതുപോലെ ഒരു ലൈഫ് കോച്ചിന് വേണ്ടി നമ്മൾ സംസാരിക്കാൻ തുടങ്ങുമല്ലോ, ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? ഞാൻ ആദ്യം പറഞ്ഞ പോലെ എൻ്റെ ഇനീഷ്യൽ എക്സ്പീരിയൻസ് ഒക്കെ ഒരുപാട് ആൾക്കാർ എന്നോട് ഇങ്ങോട്ട് വന്ന് സംസാരിച്ചിട്ടുണ്ട്, അവരുടെ എക്സ്പീരിയൻസ് പറഞ്ഞിട്ടുണ്ട്. അത് കോവിഡിൻ്റെ സമയത്ത് ഞാനിതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ ഞാൻ കേൾക്കാം എന്ന് പറഞ്ഞിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് ഇട്ടതിനെ തുടർന്നിട്ടാണ് ഇങ്ങനെ ആളുകൾ സംസാരിക്കാൻ തുടങ്ങിയത്. അപ്പോൾ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ എൻ്റെ പ്രോബ്ലം ഇതായിരുന്നു. ആൾക്കാർ വന്ന് അവരുടെ ഒരു സ്റ്റോറി പറയുമ്പോൾ കൂടുതൽ എന്നോട് സംസാരിക്കാൻ വരാനുള്ള സ്ത്രീകളാണ്. അപ്പോൾ അവരവരുടെ ഇൻറ്റൻസ് ആയിട്ടുള്ളൊരു പ്രശ്നം, ഒരു ഫാമിലി ഇഷ്യൂ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു പേഴ്സണൽ പ്രശ്നം ആയിക്കോട്ടെ, അതവർ പറഞ്ഞു കഴിയുമ്പോൾ നമ്മളിത് ക്യാരി ചെയ്യും. പിന്നെ നമുക്ക് അവരെ പോലെ തന്നെ നമുക്ക് പെയിൻ അതിനകത്ത് ഫീൽ ചെയ്യും. ചിലപ്പോൾ ഒരു 2-3 ദിവസമൊക്കെ നമ്മളിത് കൊണ്ട് നടക്കും. എന്നാൽ ആ കുട്ടിക്ക് അങ്ങനെ സംഭവിച്ചല്ലോ, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഇതിനകത്ത് നമ്മൾ ഭയങ്കര ഹെൽപ്ലെസ് ആണല്ലോ. അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് ഞാൻ ഭയങ്കര പെയിൻ എടുത്തിട്ടുണ്ട്. പിന്നെ എനിക്ക് മനസ്സിലായത് എൻ്റെ മെൻ്റൽ ഹെൽത്തിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായപ്പോഴാണ് ഓക്കെ ഐ നീഡ് ടു ഗെറ്റ് റെഡി. ഇങ്ങനത്തെ ഒരു സാധനം നമ്മൾ ചെയ്യണതിന് മുമ്പ് നമ്മളൊന്ന് റെഡി ആവണം. നമ്മൾ ഈ ഒഴിഞ്ഞ പാത്രത്തിൽ നിന്ന് നമുക്കൊന്നും കൊടുക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് പോലെ വി ഹാവ് ടു ഡൂ സം ഇന്നർ വർക്ക്. നമ്മുടെ മെൻ്റൽ ഹെൽത്തും നമ്മുടെ ഇമോഷണൽ സ്റ്റേറ്റസും ഒക്കെ ഓക്കെ ആക്കിയിട്ടാണ് നമ്മൾ ഈ പണിക്ക് ഇറങ്ങാവുള്ളൂ. അതാണ് എനിക്ക് മനസ്സിലായത് ആ ഒരു പോയിന്റിൽ നിന്നാണ്. അപ്പോൾ തൊട്ട് പിന്നെ ഞാൻ അതിനെക്കുറിച്ച് കണ്ടിന്യൂസ് ആയിട്ട് അത്തരത്തിലുള്ള പഠനങ്ങൾ തുടർച്ചയായിട്ട് ചെയ്യുന്നുണ്ട്. ആരെയാണെങ്കിലും നമ്മൾ കേട്ടിരിക്കുന്നത് അവർക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്, അതുപോലെ തന്നെ നമുക്കും ഹെൽപ്ഫുള്ളാണെന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ മാം പറഞ്ഞു ഫാമിലി ഇഷ്യൂസൊക്കെ പറയാറുണ്ടെന്ന്. അപ്പം നമ്മൾ ഒരാളുടെ ഭാഗം മാത്രമല്ലേ കേൾക്കുന്നുള്ളൂ. അപ്പോൾ മാമിന് തോന്നിയിട്ടുണ്ടോ മറ്റാൾ എന്താണ് അപ്പോൾ മനസ്സിലുള്ളത്? അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ മാം എന്താ ചെയ്യാറുള്ളത്? നമ്മുടെ അടുത്ത് ഒരാൾ വരുമ്പോൾ നമുക്ക് മിക്കപ്പോഴും ആ സൈഡ് മാത്രമാണ് കിട്ടുക. അപ്പോൾ നമ്മൾ അതിനെ മാത്രം ബേസ് ചെയ്തിട്ട് ഇതിൻ്റെ മൊത്തത്തിലുള്ള പിക്ചർ അങ്ങനെ ആയിരിക്കും എന്ന് നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. വാട്ട് വി ക്യാൻ ഡൂ ഇസ് ഈ ആൾക്ക് ഈ റിലേഷനിൽ നിന്ന് എന്താണ് വേണ്ടത് എന്നുള്ളത് എക്സ്ട്രാക്ട് ചെയ്യാൻ അവരെ ഹെൽപ്പ് ചെയ്യാം. അവരെവിടെയാണ് നിൽക്കുന്നത് എന്നുള്ളതിന് അവർക്ക് ക്ലാരിറ്റി കൊടുക്കാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ചിലരുടെ പ്രശ്നങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇവർ തന്നെ ഭയങ്കര റെഡ് ഫ്ലാഗാണ്. ആക്ച്വലി ചിലപ്പോൾ പാർട്ട്ണറായിരിക്കും സഫർ ചെയ്യുന്നത്, ഇവരാണ് കറക്റ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് തോന്നാറുണ്ട്. അപ്പോൾ അത് അവർക്ക് മനസ്സിലാക്കി നമുക്ക് ഡയറക്റ്റ് പറയാൻ പറ്റില്ല, നിങ്ങളാണ് പ്രശ്നം എന്ന് നമുക്ക് ഒരിക്കലും ഡയറക്റ്റ് പറയാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ അല്ലാതെ ഇവർ ഇത് ഐഡൻറ്റിഫൈ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ് ദ ഹോൾ പ്രോസസ്സ്. ഇപ്പോൾ മാം ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വെച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ പറയാം ഒരുപാട് എന്താ പറയുക ഇഷ്യൂസ് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ എങ്ങനെ ഇപ്പോൾ മാമിനെ ഭയങ്കരമായിട്ട് പേഴ്സണലി എഫക്റ്റ് ചെയ്ത ഇഷ്യൂസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? പബ്ലിക് പ്ലാറ്റ്ഫോമിൽ സംസാരിക്കുമ്പോഴാണോ അതോ സോഷ്യൽ മീഡിയ? ഡെഫിനറ്റ് ആയിട്ടും അതിപ്പോൾ നമ്മുടെ കരിയറിൻ്റെ ത്രൂ ഔട്ട് എല്ലാ സമയത്തും എന്തെങ്കിലുമൊക്കെ ആയിട്ട് ചെറിയ ചെറിയ ഇഷ്യൂസ് അതിപ്പോൾ സോഷ്യൽ മീഡിയയിൽ വരുന്ന എന്തെങ്കിലും കോമൻസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ക്രിറ്റിസിസംസ് ആയിക്കോട്ടെ
ഇന്ന് രാവിലെയും കൂടെ ഇന്നിപ്പം നമ്മളിപ്പോൾ ഇങ്ങനെ പറഞ്ഞിട്ടിരിക്കുകയായിരുന്നു, നമ്മുടെ ടീമിൽ സംസാരിക്കുകയായിരുന്നു. ഇന്നിപ്പോൾ ഒരു പേജിൽ ഫുള്ള് AI വെച്ചിട്ട് മോർഫ് ചെയ്ത ചിത്രങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ അത് കാണുമ്പോൾ എല്ലാവർക്കും അറിയാവുന്നത് AI ക്രിയേറ്റഡ് ആണെന്നുള്ളത്. പക്ഷേ സ്റ്റിൽ ഇറ്റ് ഇസ് വെരി ഇൻസൾട്ടിങ് ആണ് അങ്ങനെ ചെയ്യുന്നത്. പക്ഷേ ഇതിപ്പോൾ നമ്മൾ നിയമപ്രകാരമൊക്കെ പോയി കഴിഞ്ഞാൽ പോലും ഇതിൻ്റെ എൻഡ് റിസൾട്ട് കിട്ടിയിട്ടുള്ള സിറ്റുവേഷൻ ഭയങ്കര കുറവാണ്. അപ്പോൾ അതുകൊണ്ട് കുറേയൊക്കെ നമ്മൾ ഇഗ്നോർ ചെയ്യും, കുറേയൊക്കെ നമ്മൾ റിപ്പോർട്ട് അടിക്കും, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ. സോ ഇറ്റ്സ് എ പാർട്ട്. ഈ തുടക്കത്തിൽ അതൊക്കെ ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ആളുകളുടെ ക്രിറ്റിസിസം ഭയങ്കരമായിട്ട് ഇമ്പാക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പക്ഷേ ഇപ്പോൾ പറയുന്ന ഒരു കാര്യത്തിൽ ഇപ്പോൾ അതിനൊരു വാല്യൂ ഉള്ള പോയിന്റ് ആണെങ്കിൽ നമ്മളിത് എടുക്കേണ്ടതാണെങ്കിൽ എടുക്കുക, തള്ളേണ്ടതാണെങ്കിൽ തള്ളുക എന്നുള്ളൊരു പോയിന്റിലേക്ക് എത്താൻ ഇറ്റ് ടുക്ക് ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ഒരു 10 വർഷത്തെ ജേർണിയിൽ കൊണ്ടാണത് പഠിച്ചത്. അവർക്ക് അങ്ങനെ റിപ്ലൈ കൊടുക്കണം തോന്നാറുണ്ടോ? ഇങ്ങനെ റിപ്ലൈ കൊടുക്കണം എന്ന് തോന്നുന്ന ചില സിറ്റുവേഷനിൽ ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുമുണ്ട്. അത് ഈ പറഞ്ഞ പോലെ അത് വീണ്ടും ഒരു ചർച്ചയ്ക്ക് വഴി വെച്ചിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഇപ്പം ഞാൻ പലപ്പോഴും വിചാരിക്കാറുള്ളത് ഓക്കെ, അവരത് ഡിസർവ് ചെയ്യുന്നില്ല, അവർ ആ ഒരു റിപ്ലൈയുടെ സമയം പോലും അവർ ഡിസർവ് ചെയ്യുന്നില്ല, നമ്മുടെ എനർജിയും സമയവും അത്രയും പോലും ഡിസർവ് ചെയ്യുന്നില്ല എന്ന് വിചാരിച്ച് ഒഴിവാക്കാറുണ്ട്. പക്ഷെ ചിലരുടെ ചില കമൻസ് ഈ ചുറ്റുപാടുള്ള ആളുകളെ പോലും തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിൽ കമൻറ്റ് ചെയ്യുന്ന ആളുകളുണ്ട്. അങ്ങനെയുള്ളപ്പോൾ അതിന് മറുപടി അർഹിക്കുന്നുണ്ട് എന്ന് തോന്നിയാൽ മാത്രമാണ് ഞാൻ ഇപ്പം എന്തെങ്കിലും റെസ്പോണ്ട് ചെയ്യാറുള്ളൂ. ഇപ്പോൾ മാം എല്ലാവരും മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരാളാണല്ലോ. അങ്ങനെയൊന്നുമില്ല. അല്ല, പേഴ്സണലി എനിക്കും ഭയങ്കരമായിട്ട് മാമിൻ്റെ വീഡിയോസൊക്കെ ഭയങ്കരമായിട്ട് ഞാനും മോട്ടിവേറ്റഡ് ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ എല്ലായ്പ്പോഴും നമ്മൾ ഹാപ്പി ആയിട്ട് ഇരിക്കണം എന്നില്ലല്ലോ, നമ്മളും ഡൗൺ ആവുന്ന സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ മാം എങ്ങനെ മാം സ്വയം മോട്ടിവേറ്റഡ് ആവുകയാണോ അതോ മാം ആരോടെങ്കിലും സംസാരിച്ച് അങ്ങനെയാണോ ചെയ്യുന്നത്? ഞാൻ ആക്ച്വലി ആരെയും മോട്ടിവേറ്റ് ചെയ്യണം എന്ന് വിചാരിച്ചിട്ടല്ല ഒന്നും ചെയ്യാറുള്ളത്. ഇപ്പോൾ ഈവൻ വീഡിയോസ് ആണെങ്കിലും പലപ്പോഴും ഞാൻ എൻ്റെ എക്സ്പീരിയൻസുകൾ ഷെയർ ചെയ്യുമ്പോൾ എന്നോട് ഇങ്ങനെ പലരും പറയാറുണ്ടോ എനിക്കത് കണ്ടപ്പോൾ ഭയങ്കര ഇൻസ്പിറേഷനായി എന്ന് അങ്ങനെ പറയാറുള്ളതാണ്. എൻ്റെ ലൈഫിലും ഞാൻ ഇഷ്ടംപോലെ അപ്സ് ആൻഡ് ഡൗൺസ് ഫേസ് ചെയ്തിട്ട് തന്നെയാണ് എല്ലാവരെയും പോലെ. സോ ഇറ്റ് ഈസ് ഓൾ ദെയർ. അപ്പോൾ ഇതിനകത്തൊക്കെ നമ്മൾ ചെയ്യുന്നത് നമ്മൾ പലതരത്തിലുള്ള ഫിക്സസ് നമുക്ക് തന്നെ കണ്ടുപിടിക്കുമല്ലോ. നമ്മൾ ചിലപ്പോൾ ഫ്രണ്ട്സിൻ്റെ അടുത്ത് സംസാരിച്ചിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഫാമിലിയുടെ അടുത്ത് സംസാരിച്ചിട്ടായിരിക്കാം. എനിക്ക് ഈ 2 പാർട്ടിയിൽ നിന്നും അത്യാവശ്യം നല്ല സപ്പോർട്ട് കിട്ടുന്ന കൂട്ടത്തിലാണ്. അതുകൊണ്ട് ഞാൻ വെൻറ്റ് ഔട്ട് എപ്പോഴും എൻ്റെ ഒരു ഓപ്ഷനാണ്. എനിക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഞാനത് വെച്ചുകൊണ്ടിരിക്കാറില്ല. എനിക്കൊരു ക്ലാരിറ്റി കിട്ടാൻ ചിലപ്പോൾ സംസാരിക്കേണ്ടത് ആവശ്യമാണെന്ന് തോന്നുമ്പോൾ ഞാൻ കൃത്യമായിട്ട് എൻ്റെ ഏറ്റവും ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള സുഹൃത്തുക്കളോടോ ഫാമിലി മെമ്പേഴ്സിനോടോ എപ്പോഴും സംസാരിക്കാറുണ്ട്. സംസാരിച്ച് ക്ലിയർ ചെയ്യേണ്ട കാര്യങ്ങളാണെങ്കിൽ, ബിക്കോസ് ഒരാളോട് സംസാരിക്കുമ്പോൾ നമുക്ക് തന്നെ കുറച്ച് ക്ലാരിറ്റി കിട്ടും. അവരുടെ ഒപ്പീനിയൻ കൊണ്ടല്ല, നമ്മൾ നമ്മുടെ ഈ തോട്ട്സ് ഒന്ന് വെൻറ്റ് ഔട്ട് ചെയ്യുമ്പോൾ ലൗഡായിട്ട് അത് പറയുമ്പോൾ നമുക്ക് തന്നെ ഒരു ക്ലാരിറ്റി കിട്ടും. സോ അതുകൊണ്ട് വെൻറ്റ് ഔട്ട് ചെയ്യാറുണ്ട്. പിന്നെ തെറാപ്പി എടുത്തിട്ടുണ്ട്. ലൈഫിലെ പല സ്പേസസിലും നമുക്കിതുപോലെ ഒരു എക്സ്റ്റേണൽ ഹെൽപ്പ് വേണം. നമുക്ക് നമ്മുടെ ചുറ്റും നിൽക്കുന്നവർക്ക് ഒരു പരിധി വരെ നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതിനപ്പുറത്തൊരു പ്രൊഫഷണൽ ഹെൽപ്പ് വേണം എന്ന് തോന്നിയിട്ടുള്ള സിറ്റുവേഷനിൽ ഞാൻ തെറാപ്പി സീക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ മാം പറയുകയാണെങ്കിൽ തന്നെ നമുക്കറിയാം ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാവും. അപ്പം നമുക്ക് സോൾവ് ചെയ്യാൻ അല്ലെങ്കിൽ അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റാത്ത അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? മാമിന് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല? തീർച്ചയായിട്ടും. ഇപ്പോൾ കോച്ചിങ് എന്ന് പറയുന്നത് അത് തെറാപ്പി അല്ല, അല്ലെങ്കിൽ സൈക്കോളജിക്കലി നമ്മൾ ഇവർക്കൊരു സൊല്യൂഷൻ കൊടുക്കുന്ന പരിപാടിയല്ല ആക്ച്വലി കോച്ചിങ് എന്ന് പറയുന്നത്. കോച്ചിങ് ഒരു ക്ലാരിറ്റി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവരെ കേട്ടിരിക്കുക, ഇവരേതെങ്കിലും ഒരു പോയിന്റിൽ സ്റ്റക്കായി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അത് എന്തുകൊണ്ടാണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുക. ശരിക്കും പറഞ്ഞാൽ ഒരു മിററായിട്ട് ആക്ട് ചെയ്യുന്ന പരിപാടിയാണ് കോച്ചിങ്ങിൽ നമ്മൾ ചെയ്യുന്നത്. അല്ലാതെ ഇതൊരു സൊല്യൂഷൻ ഫോക്കസ്ഡ് പ്രോബ്ലം അല്ല, ഒരു സൊല്യൂഷൻ ഫോക്കസ്ഡ് ഒരു പരിപാടിയല്ല. പക്ഷേ ഇങ്ങനെ സംസാരിച്ച് നമ്മളൊരു ഗോളൊക്കെ സെറ്റ് ചെയ്ത് ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അതിൽ കൂടെ സൊല്യൂഷൻ കണ്ടുപിടിക്കുന്ന ആളുകളുണ്ട്. പക്ഷേ ചില ആൾക്കാർ നമ്മുടെ അടുത്ത് വരുമ്പോഴേക്കും നമുക്കറിയാം നമുക്കിതിപ്പോൾ ഒരു കോച്ചിങ് കൊണ്ടോ അല്ലെങ്കിൽ അങ്ങനെ കുറച്ച് സെഷൻസ് കൊണ്ടോ ഒന്നും തീരുന്ന പ്രശ്നങ്ങളായിരിക്കില്ല അവരുടേത്. അവർക്ക് ഡീപ്പ് ഇൻസൈഡ് അഡ്രസ്സ് ചെയ്യേണ്ട ട്രോമാസും പാസ്റ്റിലത്തെ പ്രശ്നങ്ങളും അല്ലെങ്കിൽ എന്തെങ്കിലും ക്യാരക്ടർ പ്രോബ്ലംസും അങ്ങനെയൊക്കെ ഉണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ അതിൻ്റെ റൈറ്റ് ആയിട്ടുള്ള പ്രൊഫഷണൽസിൻ്റെ അടുത്തേക്ക് അവരെ ഗൈഡ് ചെയ്യാറുണ്ട്. ചിലർക്ക് സൈക്കോതെറാപ്പി തന്നെ വേണ്ട ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരെ അങ്ങോട്ടേക്ക് വിടാറുണ്ട്. മെഡിസിൻ എടുക്കേണ്ട കേസസ് വരാറുണ്ട്. അപ്പോൾ അവരത് പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് കുറച്ച് നാളത്തേക്ക് മെഡിസിൻ എടുക്കണം. അപ്പോൾ ഒരു സൈക്കാട്രിസ്റ്റിൻ്റെ സേവനമാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുള്ളത് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് ഗൈഡ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ കൂടിയിട്ടുള്ളൊരു പ്രോസസ്സാണിത്. ഇപ്പോൾ മാം പറയുന്നത് ഞാൻ കേട്ട ഒരു ഗുഡ് പാരൻറ്റിംഗ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ശരിക്കും പറഞ്ഞാൽ അത് കറക്റ്റ് എന്താണെന്ന് ആർക്കും അറിയണ്ടാവില്ല. അതുകൊണ്ട് ശരിക്കും എന്താ മാം ഉദ്ദേശിക്കുന്നത്? എന്താ? അയ്യോ, ഗുഡ് പാരൻ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെ പെർഫെക്റ്റ് ഒരു സാധനം ഇല്ല. ആരും ആസ് എ പാരൻറ്റ് ഗുഡാണ്. നമുക്ക് നമ്മുടെ അച്ഛനും അമ്മയും നല്ലതാണ്, അല്ലെങ്കിൽ നമ്മുടെ മക്കൾക്ക് ചിലപ്പോൾ നമ്മൾ നല്ലതായിരിക്കും എന്നുള്ളത് കൊണ്ട് ഐഡിയലായിട്ട്
ഇങ്ങനെ ആയിരിക്കണം ഒരു പേരൻ്റ് എന്ന് പറയാൻ പറ്റില്ല. കാരണം ഓരോ കുട്ടിയും യുണീക്കാണ്, അതുപോലെ ഓരോ പേരൻറ്റും ഡിഫറെൻ്റ് ആണ്, യുണീക്കാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇതിങ്ങനെ ആയിരിക്കണം എന്നൊരു സെറ്റ് പാറ്റേൺ ഒന്നും നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ കുറച്ച് കോമൺ ആയിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിപ്പോൾ ഓരോ കാലത്തിനനുസരിച്ചും അല്ലെങ്കിൽ നമ്മുടെ പഠനങ്ങൾ മാറുന്നതിനനുസരിച്ചിട്ടും അതിങ്ങനെ ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം മാരേജ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് തന്നെ ഇപ്പം വർഷങ്ങൾ കഴിയും തോറും പണ്ടത്തെ കോൺസെപ്റ്റിൽ നിന്ന് മാറി 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 അത് ഇവോൾവ് ചെയ്യുന്നുണ്ട്. ആ കോൺസെപ്റ്റ് ഇവോൾവ് ചെയ്യുന്നുണ്ട്, അതിലുൾപ്പെടുന്ന ആളുകളുടെ കാഴ്ചപ്പാട് ഇവോൾവ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെയാണ് പേരൻറ്റിങ്ങും. പണ്ട് കാലത്തെ പേരൻറ്റിങ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ റെസ്പെക്റ്റിനെ ബേസ് ചെയ്തിട്ടായിരുന്നു, അല്ലെങ്കിൽ ഫിയർ എന്ന് പറയുന്നൊരു ഫാക്ടർ അതിനകത്ത് കൂടുതലുണ്ട്. അച്ഛനും അമ്മയും പേടിയായിരുന്നു ഗൈഡ് ചെയ്യാനുള്ള മേജർ പാർട്ട് എന്ന് പറയുന്നത്. ആ പേടിപ്പിച്ചാണ് പല കാര്യങ്ങളും ഗൈഡ് ചെയ്തുകൊണ്ടിരുന്നത്. ഇത് എന്തിനനുസരിക്കുന്നു എന്നുള്ളതല്ല, അതിൻ്റെ കാരണം അറിയില്ലെങ്കിലും അനുസരിച്ചില്ലെങ്കിൽ അടി കിട്ടും എന്നുള്ളത് കൊണ്ട് നമ്മൾ അനുസരിച്ച് ലൈക്ക് അതായിരുന്നു റൂട്ട്. ആദ്യം പേടിപ്പിച്ചിട്ട് തന്നെയായിരുന്നു. പിന്നെ പിന്നെ അത് മാറിയിട്ട് നമ്മൾ വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള പേരൻസിനെ കണ്ടു തുടങ്ങി, കുട്ടികളെ ഇൻഡിവിജ്വലായിട്ട് തന്നെ ട്രീറ്റ് ചെയ്യുന്ന കൈൻഡ് ഓഫ് പേരൻറ്റിങ് കണ്ടു തുടങ്ങി. അപ്പോൾ ഇതിൽ എല്ലാത്തിനും ഇങ്ങനെ വ്യത്യാസങ്ങൾ വന്നുകൊണ്ടിരിക്കും, കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ പേരൻറ്റിങ്ങിലും അത്തരത്തിലുള്ള ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട്. കഴിഞ്ഞൊരു ജനറേഷൻ്റെ പേരൻറ്റിങ് അല്ല നമ്മുടെ ഒരു പേരൻറ്റിങ് സ്റ്റൈൽ എന്നുള്ള ബോധ്യമുള്ള ആൾക്കാരാണ്. മാത്രമല്ല ഇപ്പോഴത്തെ കുട്ടികൾക്കും അതല്ല വേണ്ടത് അല്ലേ. നമ്മൾ ആസ് എ കുഞ്ഞുങ്ങളായിരുന്ന സമയത്ത് നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യാത്ത പല കാര്യങ്ങളെയും ഇന്നത്തെ കുട്ടികൾ ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്. അവർ കുറച്ചും കൂടെ നമ്മളെ കഴിഞ്ഞൊക്കെ ഒരുപാട് എക്സ്പോഷർ കിട്ടുന്ന കുട്ടികളാണ്. ഇൻഫർമേഷൻ ആക്ച്വലി ഓവർലോഡ് ആയിട്ടാണ് അവരുടെ ബ്രെയിനിലുള്ളത്. അപ്പോൾ അത് പ്രോസസ്സ് ചെയ്യാനും ഈ സൊസൈറ്റിയിൽ നമ്മൾ ജീവിച്ചിരുന്ന ഒരു കാലത്തെ സൊസൈറ്റിയിലല്ല അവർ ജീവിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് അവർക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ട്രെയിൻഡ് ആവേണ്ടതിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നിയിട്ടുണ്ട്. ഇപ്പോഴത്തെ പേരൻസ് അങ്ങനത്തെ മാറ്റത്തിനെ എംബ്രേസ് ചെയ്യുന്ന ആൾക്കാരാണ് മെജോറിറ്റി. ഇനിയിപ്പോൾ മാമിനോട് എനിക്ക് ചോദിക്കാനുള്ളത്, മാം ഒരു ഇൻട്രോവേർട്ടാണെന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ നോക്കിക്കഴിഞ്ഞാൽ മാം ഭയങ്കര എസ്റ്റാബ്ലിഷ്ഡ് ആണ്. മാം ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതെങ്ങനെയാണ് മാം പറ്റുന്നത്? ഓക്കെ, ഇൻട്രോവേർട്ട് എന്ന് വെച്ചാൽ എന്താന്ന് പറ. ഇൻട്രോവേർട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ആരോടും മിണ്ടാതെ നമ്മൾ കുറച്ച് ഇതായിട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അങ്ങനെയാണ് ഇൻട്രോവേർട്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പോൾ മാം അങ്ങനെയാന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് ചോദിച്ചത് ഞാൻ. അത് എങ്ങനെയാണ് മാം? അതൊരു ധാരണാപശകാണ് ആക്ച്വലി. ഇൻട്രോവേർട്ട്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരോടും സംസാരിക്കാത്ത ആളുകൾ എന്നല്ല, ആരോടും സംസാരിക്കാൻ വലിയ താല്പര്യമില്ലാത്ത ആളുകളാണ്. അല്ലെങ്കിൽ ഒരു സോഷ്യലൈസ് ചെയ്യേണ്ട സിറ്റുവേഷൻസ് മാക്സിമം ഒഴിവാക്കുക. അല്ലെങ്കിൽ ബേസിക്കലി പറഞ്ഞാൽ ഇൻട്രോവേർട്ട്സ് അവരുടെ ഉള്ളിൽ നിന്നാണ് എനർജി എടുക്കുന്നത്. അവർക്ക് ഒറ്റയ്ക്ക് ഇരുന്നാലാണ് അവരുടെ ഫുൾ പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ അവരുടെ ഫുൾ എനർജി ഒന്ന് റീചാർജ് ചെയ്യണമെങ്കിൽ അവർക്ക് ഒറ്റയ്ക്ക് ഇരിക്കണം എന്ന് പറയുന്ന സ്പേസിലുള്ള ആളുകളാണ് മെജോറിറ്റി, അല്ലെങ്കിൽ അവരുടെ ഇമ്മീഡിയറ്റ് സർക്കിളിലുള്ള ആളുകളുമായിട്ടിരിക്കണം. പക്ഷേ എക്സ്ട്രോവേർട്ട്സിനാണെന്നുണ്ടെങ്കിൽ അവർ എനർജി സീക്ക് ചെയ്യുന്നത് പുറത്തുനിന്നാണ്. അവർക്ക് സോഷ്യലൈസ് ചെയ്യണം, ആളുകളെ കാണണം, സംസാരിക്കണം. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ, ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിലുള്ള ആളുകളാണ് ആംബിവേർട്ട് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയും കൂടി ഉണ്ട്. പക്ഷേ എനിക്ക് എന്നെ ഐഡൻറ്റിഫൈ ചെയ്യാൻ എനിക്കും തോന്നിയിട്ടുള്ളത് ഇൻട്രോവേർട്ട് തന്നെയാണ്. ബിക്കോസ് എനിക്ക് ഒറ്റയ്ക്ക് ഇരിക്കുക അല്ലെങ്കിൽ വളരെ ക്ലോസ് സർക്കിളുകളിൽ ഇരിക്കുക, എൻ്റെ ഏറ്റവും അടുത്ത ഫ്രണ്ട്സ് ഫാമിലിയിൽ മാത്രം ഇരിക്കുമ്പോഴാണ് ഞാൻ ഏറ്റവും ഞാനായിട്ട് ഇരിക്കാൻ എനിക്ക് പറ്റുന്നത്. ഈ പറഞ്ഞ പോലെ ഒരു കല്യാണത്തിന് പോയി അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഫംഗ്ഷന് പോയി സോഷ്യലൈസ് ചെയ്യാൻ എനിക്ക് പറ്റും, പക്ഷേ ഐ ഹാവ് ടു പുഷ് മൈ സെൽഫ്. ഈ പറഞ്ഞ പോലെ നമുക്ക് എന്ത് ചെയ്യുന്നതിനും ഇപ്പോൾ ആളുകളോട് അത് ഓരോരുത്തരുടെ ലെവൽ ഓഫ് ഇതുപോലെ ഇരിക്കും. ചിലർക്ക് ഇത് ഭയങ്കര എക്സ്ട്രീം ആയതുകൊണ്ട് ആൾക്കാരെ കാണുന്നത് ഇഷ്ടമില്ലാത്ത അത്തരത്തിലുള്ള ആളുകളുണ്ട്. പിന്നെ മുറി അടച്ചു കയറി ഇരിക്കുന്ന ആൾക്കാർ അല്ല. പക്ഷേ നമ്മളൊരു വലിയൊരു സോഷ്യൽ ഗ്യാതറിങ്ങും ഭയങ്കര ഇപ്പോൾ ഒരു വലിയ കല്യാണത്തിനൊക്കെ പോയിട്ട് കുറേ പേരെ കണ്ട് ചിരിച്ച് വർത്താനമൊക്കെ പറഞ്ഞ് തിരിച്ച് നമുക്ക് ഇതൊന്ന് കഴിഞ്ഞ് എങ്ങനെയെങ്കിലും ഒന്ന് വീട്ടിൽ ചെന്ന് നമ്മുടെ ഒരു സ്പേസിലിരുന്നാൽ മതി എന്നുള്ള ആൾക്കാരായിരിക്കും. എന്നാൽ എക്സ്ട്രോവേർട്ട്സിന് തിരിച്ചിട്ട് അയ്യോ ഈ പരിപാടി ഒന്നും തീരില്ലേ, ലൈക്ക് ഈ ആളും ബഹളവും, ലൈക്ക് ആ ഒരു ഡിഫറൻസ് ആണ്. അപ്പോൾ എനിക്ക് ക്രൗഡിനെ അഡ്രസ്സ് ചെയ്യാനോ ആൾക്കാരെ ഡീൽ ചെയ്യാനോ ആൾക്കാരോട് സംസാരിക്കാനോ ഒന്നും പ്രശ്നമില്ല. പക്ഷേ അതിൽ നിൽക്കുമ്പോഴും ഞാൻ വിചാരിക്കും ഇതൊന്ന് പെട്ടെന്ന് തീർന്നാൽ മതിയായിരുന്നു വിചാരിക്കുന്നൊരു പ്രശ്നം എനിക്കുണ്ട്. ഇനിയിപ്പോൾ മാം എന്നുള്ള ഒരു എഴുത്തുകാരി എങ്ങനെയാണ് എഴുത്തിലേക്ക് വന്നത്? പണ്ട് തൊട്ടിട്ട് എഴുതാനൊക്കെ ഇഷ്ടമായിരുന്നു? അത് ഞാൻ കുഞ്ഞിലെ തൊട്ട് ഒരു 5th 6th പഠിക്കുമ്പോൾ തൊട്ടിങ്ങനെ എന്തെങ്കിലുമൊക്കെ കുഞ്ഞു കുഞ്ഞു കുറിപ്പുകളായിട്ടും കവിതകളായിട്ടൊക്കെ എഴുതി തുടങ്ങിയതാണ്. അപ്പോൾ ആ ഒരു ജേണി എല്ലാ കാലത്തും പാരലലി എഴുത്തെപ്പോഴും കൂടെ ഉണ്ടായിരുന്നു. ഇങ്ങനെ എഴുത്തുകാർ ആരെങ്കിലും ഇൻസ്പയർഡ് ആയിട്ടാണോ എഴുതി തുടങ്ങിയത്? ഒരാളിൽ ഇൻസ്പയർഡ് ആയിട്ടെന്ന് പറയാൻ പറ്റില്ല. കുട്ടിക്കാലത്ത് കുറേ വായിക്കുമായിരുന്നു. അത് ഈ നമ്മൾ ബാലരമ വായിക്കുമ്പോൾ തൊട്ട് ലൈക്ക് അങ്ങനെ നമ്മൾ ഈ സിപ്പി പള്ളിപ്പുറമൊക്കെ എഴുതിയ കവിതകളൊക്കെ വായിക്കുന്ന കാലം മുതൽ സ്കൂളിലെ ടെക്സ്റ്റ് ബുക്കിലെ കവിതകളായിക്കോട്ടെ ലൈക്ക് അങ്ങനെ
ഈ എഴുത്തിനോടും വായനയോടും അന്നോട്ട് ഭയങ്കര ഒരു കൗതുകം ഉണ്ടായിരുന്നു. അപ്പോൾ വായിച്ച് നമുക്ക് കുറച്ച് വൊക്കാബുലറി ഒക്കെ വരുമ്പോൾ നമുക്ക് തോന്നുമല്ലോ എനിക്കൊന്ന് എഴുതി നോക്കിയാൽ കൊള്ളാമെന്ന്. അപ്പോൾ ഒട്ടുമിക്ക എല്ലാം നല്ല എഴുത്തുകാരും നല്ല വായനക്കാരായിരിക്കും. എല്ലാ വായനക്കാരും എഴുത്തുകാരായിരിക്കണം എന്ന് ഇല്ലാന്ന് തോന്നുന്നു. ഇപ്പോൾ മാമിൻ്റെ ലേറ്റസ്റ്റ് ആയി ഇറങ്ങിയ ബുക്കാണ് കാളി. അപ്പോൾ അതിൽ കൂടുതലും സ്ത്രീകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനത്തെ ഒരു ബുക്ക് എഴുതാനുള്ള ഒരു സാഹചര്യം എന്തായിരുന്നു? ഈ പുസ്തകം കുറേ നാളായിട്ട് പ്ലാൻ ചെയ്തുകൊണ്ടിരുന്നൊരു പുസ്തകമാണ്. അതിൽ കൂടുതൽ സ്ത്രീകളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതല്ല. ആക്ച്വലി അതിനകത്ത് 9 ഷോർട്ട് സ്റ്റോറീസാണ് ഉള്ളത്. 9 സ്ത്രീകളെക്കുറിച്ചുള്ള കഥകളാണ്. അത് ആക്ച്വലി ഒരു 3-4 കഥ ആ പുസ്തകത്തിന് വേണ്ടിയിട്ട് എടുത്ത് വന്നു കഴിഞ്ഞപ്പോഴേക്കും അതൊക്കെ സ്ത്രീകളെക്കുറിച്ചുള്ളതായിപ്പോയതാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ എന്നാൽ പിന്നെ ഈ പുസ്തകം തന്നെ നമ്മൾക്ക് അങ്ങനെ ആക്കാം. ഞാൻ കണ്ടതും കേട്ടതും അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളതായിട്ടുള്ള സ്ത്രീകളുടെ ജീവിതങ്ങൾ അത് ഫിക്ഷനാക്കി പ്രസൻറ്റ് ചെയ്യാം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ സംഭവിച്ചു പോയതാണ്. ഇപ്പം അതിൻ്റെ പേര് തന്നെ കാളി. എങ്ങനെയാണ് ആ ഒരു പേരിലേക്ക് എത്തിയത്? അതിനകത്തൊരു കഥയുണ്ട് കാളി എന്നുള്ള പേരിൽ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഡയറ്റിയാണ് കാളി, അല്ലെങ്കിൽ ആ ഒരു ഫോം എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് എപ്പോഴും തോന്നുന്ന ഒരു സ്ത്രീയുടെ ഏറ്റവും പവർഫുള്ളായിട്ടുള്ളൊരു വേർഷനാണത്. അറ്റ് ദ സെയിം ടൈം നമ്മൾ അവിടെ പോയി ബ്ലെസ്സിങ് സീക്കാറുണ്ട്. കാളിയായിരിക്കുക എന്നുള്ളതിനർത്ഥം എല്ലാ സമയത്തും ഇങ്ങനെ ഉപദ്രവിക്കുക അല്ലെന്നുണ്ടെങ്കിൽ കൊല്ലുക, അഗ്രഷൻ മാത്രമല്ല കാളി എന്ന് പറയുന്നത്. അപ്പം ഈ കാളി ആയിരിക്കാൻ പവർ ഉണ്ടായിരിക്കുകയും എന്നാൽ വേറുള്ള എല്ലാത്തിലും, അതായത് അമ്മ എന്നുള്ള ഫോമിലായിക്കോട്ടെ വേറെ എന്ത് ആ ഫെമിനിറ്റിയുടെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുകയും അറ്റ് ദ സെയിം ടൈം ആ ഒരു കാളിയാവാനുള്ളൊരു പവറും ഉണ്ടല്ലോ, സംഹാരത്തിനുള്ള പവറും ഉണ്ട് എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റ് ഉണ്ടല്ലോ, ദാറ്റ് ഈസ് വെരി ബ്യൂട്ടിഫുൾ. എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്ത്രീകളെക്കുറിച്ചുള്ള കഥകൾ പറയുന്ന ഒരു പുസ്തകം ആയതുകൊണ്ട് അതിന് പവർഫുൾ ആയിട്ടുള്ളൊരു പേര് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കാളി എന്നുള്ള പേരിട്ട്. കാളി എന്ന് പറഞ്ഞ പേരിട്ട്. അപ്പോൾ മാമിൻ്റെ എല്ലാ ബുക്ക് മീൻസ് എഴുതിയ ബുക്കുകളൊക്കെ എടുത്തു കഴിഞ്ഞാൽ പേരുകളൊക്കെ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പേരുകളാണ്. ഇപ്പോൾ മാമിൻ്റെ ലൈഫിൽ കണ്ട സ്ത്രീകൾ അവരുടെ കാഴ്ചപ്പാടുകളൊക്കെ മാമിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്? തീർച്ചയായിട്ടും. നമ്മൾ ഒബ്സർവ് ചെയ്യുമല്ലോ നമ്മുടെ ചുറ്റുപാടുമുള്ള ആളുകളെ കണ്ടിട്ട്. മനുഷ്യനൊരു പകുതി കൂടുതലും കാര്യങ്ങൾ പഠിക്കുന്നത് ചുറ്റുപാടുമുള്ള മറ്റുള്ള ആൾക്കാരിൽ നിന്ന് കൂടിയാണല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ഒബ്സർവേഷൻ ഉണ്ടായിട്ടുണ്ട്. ഇത് സ്ത്രീകളിൽ നിന്ന് മാത്രമല്ല പുരുഷന്മാരിൽ നിന്നും നമ്മൾ എല്ലാവരുടെ അടുത്തുനിന്നും പഠിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഒബ്സർവേഷൻ ഉണ്ട്. പിന്നെ ഈ സെയിം സിറ്റുവേഷൻ തന്നെ ഓരോ സ്ത്രീകളും വളരെ ഡിഫറെൻ്റായിട്ട് ഹാൻഡിൽ ചെയ്യുന്നത് കാണാറുണ്ട്. ഒരു കുടുംബത്തിലെ ഒരു പ്രോബ്ലം തന്നെ ഒരേ സിറ്റുവേഷനിൽ കൂടെ കടന്നു പോകുന്ന പല സ്ത്രീകളുണ്ടായിരിക്കും. പക്ഷേ ഇവരൊക്കെ ഇതിനെ എടുക്കുന്ന പെർസ്പെക്റ്റീവ് വളരെ ഡിഫറെൻ്റ് ആയിരിക്കും. ഇതിനെ വളരെ ലൈറ്ററായിട്ട് എടുക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും. ഭയങ്കര ഇൻറ്റൻസ് ആയിട്ടുള്ള പ്രോബ്ലംസ് കൂടെ പോകുമ്പോൾ എപ്പോഴും തമാശകൾ പറഞ്ഞ് ഇതിനെ ലൈറ്ററായിട്ട് കൊണ്ടുപോകുന്നൊരു സുഹൃത്ത് എനിക്കുണ്ട്. എന്നാൽ വളരെ ചെറിയ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ തന്നെ ഭയങ്കരമായിട്ട് ഞാനൊരു വിക്ടിമാണ് എന്നുള്ള തരത്തിൽ അങ്ങനെ തളർന്ന് ഇരിക്കുന്ന ആളുകളെ കണ്ടിട്ടുണ്ട്. ഒരു പോയിന്റ് വരെ ഇതൊന്നും പറ്റാതിരുന്നിട്ട് പെട്ടെന്നൊരു ദിവസം ഇങ്ങനെയല്ല എനിക്ക് ഫൈറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് ഈ ഉയർത്തെഴുന്നേറ്റ് വന്നിട്ടുള്ള ആളുകളെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ആൾക്കാരെ എപ്പോഴും കാണാറുണ്ടെന്ന് മാത്രമല്ല നമ്മളെല്ലാവരും കാണാറുണ്ട്. എനിക്ക് കുറച്ചും കൂടെ കൂടുതലായിട്ട് ഒബ്സർവ് ചെയ്യാറുണ്ട്. മാം ഇപ്പോൾ തന്നെ നമുക്ക് പറയാം ഒരുപാട് ന്യൂസുകൾ ഇപ്പോൾ വരുന്നുണ്ട്. ഇപ്പോൾ റേപ്പ് കേസ് ആണെങ്കിലും ഡൊമസ്റ്റിക് വയലൻസ്, ചൈൽഡ് അബ്യൂസ്, അങ്ങനെ കുറേ ന്യൂസ് നമ്മൾ അറിഞ്ഞും അറിയാതെയും കുറേ ന്യൂസുകളുണ്ട്. നമ്മൾ എത്രയൊക്കെ ഇൻഫോർമേഷൻ സൊസൈറ്റിക്ക് കൊടുത്താലും ഇപ്പോഴും അതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ മാം ഒരുപാട് പേരോട് സംസാരിക്കുന്നതാണല്ലോ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു റീസൺ എന്തായിരിക്കും എന്നാണ് മാമിൻ്റെ ഒരു അഭിപ്രായത്തിൽ? ചില വൈൽഡസ്റ്റ് ആയിട്ടുള്ള ഫോം ഉണ്ടല്ലോ, അത് പുറത്തു വരാനുള്ള സാഹചര്യം ഇന്നത്തെ കാലത്ത് വളരെ കൂടുതലാണ് എന്നെനിക്ക് തോന്നുന്നുണ്ട്. കുറച്ചും കൂടെ ഒരു വാല്യൂ സിസ്റ്റത്തിനെയൊക്കെ ബേസ് ചെയ്ത് ഓടിക്കൊണ്ടിരുന്നൊരു കാലമായിരുന്നു പണ്ടുണ്ടായിരുന്നത്. പക്ഷെ അന്നും ഇതുപോലെയുള്ള അക്രമങ്ങളും അന്ന് യുദ്ധം കഴിഞ്ഞിട്ട് സമയമില്ലായിരുന്നു. ഈ നാട്ടുരാജ്യങ്ങൾ തമ്മിൽ പോലും എല്ലാ കാലത്തും യുദ്ധമായിക്കോട്ടെ കൊലയായിക്കോട്ടെ എല്ലാം എല്ലാ കാലത്തും ഇപ്പോൾ സ്ത്രീകൾക്കെതിരെയുള്ള അക്രമങ്ങളായിക്കോട്ടെ എല്ലാ കാലത്തും ഓരോ തരത്തിലിത് ഇവിടെ ഉണ്ടായിരുന്നു. അത് മനുഷ്യൻ്റെ ഒരു എക്സിസ്റ്റൻസിൻ്റെ ഭാഗമായിട്ട് എല്ലാ കാലത്തും ഉള്ളതാണ്. പിന്നെ നമ്മുടെ കുറേ വാല്യൂസൊക്കെ വെച്ചിട്ട് നമ്മളതിനെ ഒരു പരിധി വരെ അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യരുതെന്നൊക്കെ ഒരു സിസ്റ്റം നമ്മൾ ഫോം ചെയ്ത് കൊണ്ടുവന്ന്, കാരണം ഇവിടെ എല്ലാവർക്കും ജീവിച്ചു പോകാൻ പറ്റുന്നൊരു അവസ്ഥ ഉണ്ടാക്കാൻ നമ്മൾ നോക്കും. പക്ഷേ എല്ലാവർക്കും ആ വാല്യൂവിനകത്ത് നിൽക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെ വീണ്ടും വീണ്ടും ബ്രേക്ക് ചെയ്തുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. അതൊരു ഹ്യൂമൻ ബിഹേവിയർ അങ്ങനെയാണ്. നമ്മൾ ഏറ്റവും അധികം ശ്രദ്ധാലുക്കളായിട്ടിരിക്കാമെന്നുള്ളതല്ലാതെ എല്ലാവരും ഒന്ന് മാറിയിട്ട്, അല്ലേ, ഈ ഉള്ളിലുള്ള വൈൽഡ് ബീസ്റ്റ് ഉണ്ടല്ലോ, അത് ഏതെങ്കിലുമൊക്കെ സമയത്ത്
പുറത്ത് വരും. പിന്നെ അത് പുറത്ത് വരാനുള്ള അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ പലതരത്തിലുള്ള എക്സ്പോഷർ ആയിക്കോട്ടെ, ഡ്രഗ്സിൻ്റെ പോലെയുള്ള ഉപയോഗങ്ങളായിക്കോട്ടെ, ഉള്ള സാഹചര്യങ്ങൾ കൂടുകയും അവസരങ്ങൾ കൂടുകയും ചെയ്യുന്നത് ഒരു ഈ സോഷ്യൽ മീഡിയ ഒക്കെ അതിനൊക്കെ ഒരു ഭാഗമാണെന്ന് മാമിന് തോന്നിയിട്ടുണ്ടോ? സോഷ്യൽ മീഡിയയ്ക്ക് എല്ലാ കാലത്തും ഗുണവും ദോഷവും ഉണ്ട്. ഇപ്പം നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവുന്ന സമയത്ത് സോഷ്യൽ മീഡിയ ത്രൂ ആയിരിക്കും നമ്മൾ ഇമ്മീഡിയറ്റ്ലി ഒരു ഹെൽപ്പ് സീക്ക് ചെയ്യുന്നത്, അല്ലേ? ഇന്നിപ്പോൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് ഇപ്പോൾ ഒരാൾ കുടുങ്ങിപ്പോയി കഴിഞ്ഞാൽ അവർക്ക് ഞാനിവിടെ പെട്ടിരിക്കുകയാണെന്ന് ലോകത്തിനോട് പറയാനുള്ളൊരു വിളിച്ച് പറഞ്ഞിട്ട് ഒരു രക്ഷ സീക്കാനുള്ള ഏറ്റവും നല്ലൊരു മാർഗ്ഗമായിട്ട് സോഷ്യൽ മീഡിയ മാറിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ എല്ലാവർക്കും കയ്യിലൊരു മൊബൈൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ലൈവ് പോയാൽ, അല്ലേ, നമ്മൾ എന്ത് സ്റ്റേറ്റിലാണെന്നുള്ളത് ഒരു അക്രമം നേരിടുകയാണെങ്കിൽ പോലും ഇത് ലോകത്തെ അറിയിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. അതൊരു തരത്തിൽ നമുക്കൊരു പ്രൊട്ടക്ഷനും ഒരു സുരക്ഷയൊക്കെ. ഇപ്പോൾ രാത്രി പോലും ഒറ്റയ്ക്ക് പോകുമ്പോൾ ഈ ഫോൺ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് 100-ൽ വിളിക്കാം എന്നുള്ളൊരു ധൈര്യം അത് തരുന്നത് പോലെ, അത് ടെക്നോളജി നമുക്ക് സൗകര്യം തരുന്നത് പോലെ സോഷ്യൽ മീഡിയയും ഒരു പരിധിവരെ കണക്റ്റഡ് ആയിട്ടിരിക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷെ അറ്റ് ദ സെയിം ടൈം എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ളൊരു വില ഒരു സൈഡിൽ കൊടുക്കേണ്ടി വരുമല്ലോ. അപ്പോൾ അത്തരത്തിലുള്ള പ്രോബ്ലംസ് ഉണ്ടാവുന്നുണ്ട്. പക്ഷെ എല്ലാം സോഷ്യൽ മീഡിയയുടെ പ്രശ്നമാണ് അങ്ങനെ പറയാൻ പറ്റില്ല. ഇപ്പോൾ വേറൊരു കാര്യം, ഇപ്പോൾ നമുക്കറിയാം, ചിലർ പറയും എന്തെങ്കിലും ഇപ്പോൾ ഒരു പാരൻറ്റിനെ കണ്ട രണ്ടും പെൺകുട്ടികളാണോ എന്ന് ചോദിക്കുന്ന ഒരു ഇതുണ്ട്. അങ്ങനെ പറയാം, എല്ലാവരും ഞാൻ പറയുന്നില്ല, ഒരു കുറച്ച് ആൾക്കാരത് പറയുന്നുണ്ട്. ഇപ്പോൾ ഞാനാണെങ്കിലും ഞാനും എൻ്റെ സിസ്റ്ററാണ്, എൻ്റെ വീട്ടിൽ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇപ്പോൾ മാം ആണെങ്കിലും മാമിന് 2 പെൺകുട്ടികളാണ്. അപ്പം ഇങ്ങനെ പറയുന്നവരോടൊക്കെ മാമിന് എന്തായിരിക്കും പറയാനുണ്ട്? ഇങ്ങനെ പറയുന്നവർ സത്യത്തിൽ മറുപടി അർഹിക്കുന്നില്ല എന്നുള്ളതാണ് ഒരു ഫാക്ട്. പക്ഷെ ഇപ്പോഴും ആൾക്കാർ വന്ന് എൻ്റെ അടുത്ത് ഇപ്പോൾ 2ാമത്തെ കുട്ടി ഉണ്ടായി കഴിഞ്ഞിട്ട് ഇതുപോലെ ഫാമിലി സർക്കിളിലുള്ള ആൾക്കാരൊക്കെ വന്ന് ചോദിച്ചിട്ടുണ്ട്, അപ്പോൾ ഒന്നുകൂടെ ട്രൈ ചെയ്യുമല്ലേ? അപ്പോൾ ഞാൻ ചോദിച്ചാൽ എന്തിനാ ഇനി ട്രൈ ചെയ്യണേ? അന്നേരം പറഞ്ഞ അല്ല, ഒരു ആൺകുട്ടി വേണ്ടേ? അപ്പോൾ ഞാൻ ചോദിച്ചാൽ എന്തിനാ ആൺകുട്ടി? ലോകത്ത് ഇഷ്ടംപോലെ ആൺകുട്ടികളുണ്ടല്ലോ. ഇവിടെ ഭയങ്കര റേഷ്യോ നമ്മൾ ബാലൻസ് ചെയ്യേണ്ട അത്ര പ്രശ്നമൊന്നുമില്ലല്ലോ. പുരുഷന്മാരുടെ എണ്ണക്കുറവ് ബാലൻസ് ചെയ്യേണ്ട അത്ര പ്രശ്നത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ആൺകുട്ടിക്ക് വേണ്ടി ട്രൈ ചെയ്ത് നോക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. പിന്നെ എന്താ ചോദിക്കുമ്പോഴേക്കും അങ്ങനെയല്ല, നിങ്ങളെ നോക്കാൻ വേണ്ടിയിട്ട് ആ ഒരു കോൺസെപ്റ്റിലൊക്കെ ഇപ്പോഴും നിൽക്കുന്ന ആൾക്കാർ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ. പക്ഷെ എന്നാലും അത് ഗ്രാജുവലി മാറി വരും. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് ഇപ്പോൾ കുടുംബം നോക്കുന്ന എത്രയോ പെൺകുട്ടികളുണ്ട്. അതിപ്പോൾ അതൊരു ജെൻഡർ അല്ല അതിലെ കാര്യം. ഇപ്പോൾ സ്ത്രീകളും ഈക്വലി എക്വിപ്ഡ് ആണ്, ഈക്വലായിട്ട് അവസരങ്ങൾ അവർക്കും കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ അവർ നേടിയെടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അച്ഛനെയും അമ്മയും വിവാഹശേഷമാണെങ്കിലും അച്ഛനെയും അമ്മയും അതുപോലെ ടേക്ക് കെയർ ചെയ്യുന്ന എല്ലാവരും പറയുന്ന ഒരു ന്യായം അതാണ്. പെൺകുട്ടികൾ കല്യാണം കഴിഞ്ഞു പോകും, പിന്നെ നിങ്ങളെ നോക്കാൻ ആരാണുള്ളത് എന്നുള്ളത്. പക്ഷേ എനിക്ക് എത്രയോ എക്സാമ്പിൾസ് അറിയുമെന്നറിയോ, പെൺകുട്ടികൾ ആൺകുട്ടികളെ കഴിഞ്ഞ് നന്നായിട്ട് ആഫ്റ്റർ മാരേജ് അവരുടെ പേരൻസിനെ ടേക്ക് കെയർ ചെയ്യുന്നവർ. അപ്പം അതുകൊണ്ട് പെൺകുട്ടികൾ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു ബാധ്യതയായിട്ട് തോന്നുന്ന തീർച്ചയായിട്ടും ആ ഒരു തോട്ട് പ്രോസസ്സൊക്കെ മാറി വരുന്നൊരു കാലത്താണ് താങ്ക്ഫുള്ളി ഇപ്പം നമ്മളുള്ളത്. നമ്മൾ ഒത്തിരി പറഞ്ഞും സമരം ചെയ്തും അല്ലെങ്കിൽ എഴുതിയും അങ്ങനെയൊക്കെ നേടിയെടുത്തതാണെങ്കിൽ പോലും ഈ ഒരു അവയർനെസ് കുറച്ചും കൂടെ ക്രിയേറ്റ് ചെയ്തിട്ട് പെൺകുട്ടികളെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ബാധ്യതയായിട്ട് കൺസിഡർ ചെയ്യേണ്ട ഒരു കാലമല്ല എന്നുള്ള ബോധ്യമുള്ളവരാണ് ഇപ്പോഴത്തെ പേരൻസ് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇപ്പോൾ മാം ഈ മാമിൻ്റെ പ്രൊഫഷണൽ ലൈഫ് മാം ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ പേഴ്സണൽ ലൈഫ് ആസ് എ മദർ, ഇത് രണ്ടും കൂടി എങ്ങനെ മാം മാനേജ് ചെയ്ത് പോകുന്നത്, ബാലൻസ് ചെയ്ത് പോകുന്നത്? ആക്ച്വലി ഇത് ബാലൻസിങ് ഒന്നും നടക്കുന്നില്ല. ഞാനിത് എപ്പോഴും പറയാറുള്ളൊരു കാര്യമാണ്. ബാലൻസ്ഡ് എന്നൊന്നും പറയാൻ പറ്റില്ല. നമ്മൾ ഒരു സ്ഥലത്ത് കൂടുതൽ എഫേർട്ട് കൊടുക്കേണ്ട സമയത്ത് ഇപ്പുറത്ത് അതിൻ്റെ താളം തെറ്റുന്നുണ്ട്. നമ്മൾ തിരിച്ചിവിടെ വരുമ്പോഴേക്കും ഇവിടെ കൂടുതൽ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള സമയം എനർജി സ്പെൻഡ് ചെയ്യാൻ കോൺഷ്യസ്ലി ശ്രമിക്കുക എന്നുള്ളതേ മാത്രമേ ഉള്ളൂ. ഇത് എപ്പോഴും നമ്മൾ ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നതാണല്ലോ. അതൊരു പെർഫെക്റ്റ് ബാലൻസിലൊന്നും അല്ല ഇതൊന്നും പോകുന്നത്. അപ്പോൾ ചില സമയത്ത് നമ്മൾ കരിയറിൻ്റെ ചില കാര്യങ്ങൾ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. ഇപ്പോൾ എനിക്കൊരു ലേറ്റ് നൈറ്റ് ഷൂട്ട് വന്നു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ടെൻഷനാണ്. അല്ലെങ്കിൽ ഞാൻ മാക്സിമം അത്ര സംഭവങ്ങൾ ഞാൻ ഒഴിവാക്കാറുണ്ട്. ഒരു ദിവസത്തെ കൂടുതൽ വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്ന പരിപാടികളൊന്നും ഞാൻ പിടിക്കാറില്ല. കാരണം എനിക്ക് രാത്രി എങ്ങനെയാണെങ്കിലും എനിക്ക് വീട്ടിൽ തിരിച്ചു വരണം എന്നുള്ളതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ഒരു വിദേശത്തുള്ള ഷോസ് വരുമ്പം എനിക്ക് വേണമെങ്കിൽ ഈ കൂട്ടത്തിൽ ഇപ്പം എൻ്റെ സഹപ്രവർത്തകരുടെ അല്ലെങ്കിൽ ആ ആർട്ടിസ്റ്റുകളുടെ കൂട്ടത്തിൽ ഏറ്റവും കുറച്ച് വിദേശത്ത് പരിപാടികൾ ചെയ്തിട്ടുള്ളത് ഞാനായിരിക്കും. കാരണം ഞാൻ വിദേശത്ത് പോയിട്ടുള്ളൊക്കെ ഫാമിലി ആയിട്ടുള്ള ട്രിപ്പുകൾക്കല്ലാണ്ട് ഞാൻ പോവില്ല. കാരണം എന്താ വെച്ചാൽ എനിക്ക് കുട്ടികളെ ഇട്ടിട്ട് അത്രയും മാറി നിൽക്കാനുള്ള പ്രശ്നമുള്ളതുകൊണ്ട്. അപ്പോൾ 2 സൈഡിലും കോംപ്രമൈസസ് നടക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഒരാളെ കേട്ടിരിക്കുക എന്ന് പറയുന്നത് വളരെ വലിയൊരു കാര്യമാണ്. ഇപ്പോൾ ഒരു ലിസണിങ്ങിന് വേണ്ടിയിട്ടുള്ള നല്ലൊരു ലിസണർ ആവുള്ള ക്വാളിറ്റീസ് ഒക്കെ എന്തായിരിക്കും? ജഡ്ജ്മെൻ്റൽ ആവാതിരിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. പിന്നെ ജെനുവിൻലി ക്യൂരിയസ് ആയിരിക്കുക എന്നുള്ളത് ഒരു ഫാക്റ്റാണ്. നമുക്ക് ചുമ്മാ ഒരാളെ വേണമെങ്കിൽ ഇരുന്ന് കേൾക്കാം. ഇപ്പം പവിത്ര എന്നോട് ഇപ്പോൾ സംസാരിക്കുമ്പോൾ എനിക്ക് ആഹാ ആണോ എന്നിട്ട് ഇങ്ങനെ ഇരുന്ന് വേണമെങ്കിൽ കേൾക്കാം.
പക്ഷെ അങ്ങനെ അല്ലാണ്ട് ഈ പറയാൻ പോകുന്ന കാര്യം എന്താണെന്നുള്ള അറിയാനുള്ള ഒരു ജെനുവിൻ ക്യൂരിയോസിറ്റിയിൽ ഇയാളുടെ സ്റ്റോറി എന്തായിരിക്കും എന്നറിയാനുള്ള ആ ഒരു ക്യൂരിയോസിറ്റിയിൽ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കോൺവെർസേഷൻ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരിക്കും. എനിക്ക് പലപ്പോഴും തോന്നുന്നൊരു കാര്യം, അത് ഈവൻ ഒരു ഇൻ്റർവ്യൂവിലും ആണെങ്കിൽ പോലും നമ്മുടെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾ ഭയങ്കര ശരിക്കും ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് ജെനുവിൻലി ഇഫ് ദേ ആർ ക്യൂരിയസ് ടു നോ ദ ആൻസർ, അത് നമുക്ക് ആൻസർ പറയാനൊരു ഇൻട്രസ്റ്റ് ഉണ്ടാക്കില്ലേ. അതുപോലെ തന്നെയാണ് നമ്മൾ ഒരാളെ ആരെയാണെങ്കിലും നമ്മൾ കേൾക്കുമ്പോൾ. പക്ഷെ മിക്കപ്പോഴും നമ്മൾ കേട്ടിരിക്കുമ്പോൾ എന്ന് വെച്ചാൽ ഇത് എങ്ങനെയെങ്കിലും ഒന്ന് തീർന്നാൽ മതി എന്നുള്ളൊരു പോയിന്റിൽ നമ്മൾ കേട്ടിരിക്കുമ്പോൾ അത് ഈ പറയുന്ന ആൾക്കും അത് മനസ്സിലാകും എന്നുള്ളതാണ്. അപ്പോൾ ഈ കോൺവെർസേഷൻ എഫക്റ്റീവ് ആയിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ജെനുവിൻലി ക്യൂരിയസ് ആയിരിക്കുക, ഓപ്പൺ ആയിരിക്കുക, പറയാനുള്ള സ്പേസ് കൊടുക്കുക. എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ തന്നെ നമ്മൾ ഇടയ്ക്ക് കട്ട് ചെയ്ത് കയറി എനിക്കിതുമായിട്ട് ബന്ധപ്പെട്ടൊരു എക്സ്പീരിയൻസ് ഉണ്ടെന്നുള്ള എല്ലാം നമ്മളുമായിട്ട് കൊണ്ട് കോർക്കാതെ അവരുടെ എക്സ്പീരിയൻസ് സൊല്യൂഷൻ കൊടുക്കാൻ വേണ്ടി കേൾക്കാതിരിക്കുക, അതും വളരെ ഇമ്പോർട്ടൻ്റാണ്. നമ്മൾ പലപ്പോഴും ഒരാളെ കേൾക്കുന്നത്, ഇപ്പോൾ നമ്മുടെ സുഹൃത്തുക്കളായിക്കോട്ടെ, ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് നമ്മൾ പെട്ടെന്ന് ഞാനിതിന് എന്ത് സൊല്യൂഷൻ പറയണം എന്നുള്ള തരത്തിലാണ് നമ്മൾ പലപ്പോഴും കേൾക്കുന്നത്. വെറുതെ കേൾക്കാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് നമ്മൾ കേൾക്കാറില്ല. കാരണം ഒരാളൊരു കാര്യം പറയുമ്പോൾ നമ്മൾ ഉടനെ അത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ് ഇതിന് സൊല്യൂഷൻ കണ്ടുപിടിക്കേണ്ടത് എന്നുള്ള തരത്തിലാണ് ആക്ട് ചെയ്യുന്നത്. ചിലപ്പോൾ അവർ ചോദിക്കുമായിരിക്കും ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന്, അപ്പോഴാണ് നമ്മൾ സൊല്യൂഷനെ കുറിച്ച് ആലോചിക്കേണ്ട കാര്യമുള്ളൂ. പക്ഷെ നമ്മൾ ആദ്യം തന്നെ ഈ സൊല്യൂഷൻ സീക്ക് ചെയ്യുന്നത് ഒരു പ്രശ്നമാണ്. മാം ഇപ്പം എങ്ങനെ ഇമോഷണലി ബാലൻസ്ഡ് ആയ ഒരാളായോ? ഇമോഷണലി ബാലൻസ്ഡ് ആയെന്ന് പറഞ്ഞാൽ ടു എ സർട്ടൺ എക്സ്റ്റെൻറ്റ്. ഇറ്റ് ഡസൻറ്റ് മീൻ ദാറ്റ് നമുക്ക് സങ്കടം വരില്ല, മൂഡ് സ്വിങ്സ് വരില്ല, അങ്ങനെയല്ല. പക്ഷെ എന്നാലും അത് വന്ന് അത് നമ്മുടെ മേലൊരു പവർ ഉണ്ടാക്കുന്ന ഒരു സമയമുണ്ടല്ലോ, അല്ലെങ്കിൽ ഒരു പവർ എടുക്കുന്നൊരു സമയമുണ്ടല്ലോ. ആ ഇമോഷൻ നമ്മളെ കംപ്ലീറ്റ്ലി കീഴ്പ്പെടുത്തി കളയുന്ന ആ ഒരു സമയത്തിൻ്റെ ഡ്യൂറേഷൻ കുറഞ്ഞിട്ടുണ്ട്. ഇനി പഴയ ഐശ്വര്യയിൽ നിന്ന് ഇപ്പോൾ പുതിയ ഐശ്വര്യയിൽ വന്ന ചേഞ്ചസ് എന്തൊക്കെയായിരിക്കും? അങ്ങനെ ചോദിച്ചാൽ ഇതൊരു ഫ്ലോ ആണല്ലോ, ഒരു ഗ്രാജ്വലി വന്നിട്ടുള്ള മാറ്റങ്ങളാണ്. എൻ്റെ ഏറ്റവും ഇന്നർ സർക്കിളിലുള്ള ആൾക്കാർക്ക് പ്രത്യേകിച്ച് അങ്ങനെ വലിയ മാറ്റമൊന്നും ഫീൽ ചെയ്യണമെന്നില്ല. അവർ എല്ലാ കാലത്തും ഞാൻ ഒരുപോലെ തന്നെ ആയിരിക്കും ഫീൽ ചെയ്യുക. പുറത്തുള്ള സുഹൃത്തുക്കൾക്ക് ചിലപ്പം, അല്ലെങ്കിൽ കുറച്ചും കൂടെ ഔട്ടർ സർക്കിളിൽ നിൽക്കുന്ന ആൾക്കാർക്ക് ചിലപ്പം വ്യത്യാസം തോന്നുന്നുണ്ടായിരിക്കും. നേരത്തെ ഞാൻ കുറച്ചും കൂടെ ഒരു പീപ്പിൾ പ്ലീസർ ആയിരുന്നു. അപ്പോൾ എനിക്ക് നോ പറയാൻ ഭയങ്കര പ്രശ്നമായിരുന്നു. ഞാൻ ആരെന്ത് പറഞ്ഞാലും സമ്മതിച്ചു കൊടുക്കും, അല്ലെങ്കിൽ എൻ്റെ ഒരു സ്റ്റാൻഡ് പറയാനോ അത് ക്ലിയർ ചെയ്യാനോ ഒക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അവരെന്ത് വിചാരിക്കും എന്നുള്ളത്. അങ്ങനെ കുറെ സ്ത്രീകളില്ല മാം ഇപ്പോഴും. എന്ത് പറയും, നമുക്ക് നോ, കാരണം നമ്മൾ ഇഷ്ടപ്പെട്ട ഒരാളെ നോ പറയാൻ പറ്റാത്തതുകൊണ്ട് മാത്രം നമുക്ക് ഇഷ്ടമില്ലാത്ത ജീവിതം ജീവിക്കുന്ന ഇഷ്ടം പോലെ ആളുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് നോ പറയാൻ പഠിച്ചു. എൻ്റെ ഇമോഷൻസിനെ കുറച്ചും കൂടെ ഹെൽത്തി ആയിട്ട് അനലൈസ് ചെയ്യാനും ടേക്ക് കെയർ ചെയ്യാനും പഠിച്ചു. എന്നെ കുറച്ചും കൂടെ ടേക്ക് കെയർ ചെയ്യാൻ ഞാൻ പഠിച്ചു. ഒരു സെൽഫ് ലവ് എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, അപ്പോൾ അത് കുറച്ചും കൂടെ കൂടിയിട്ടുണ്ട്. നമുക്ക് പറയേണ്ട നോ നമുക്ക് വേണ്ടിയിട്ട് വേറെ ആരും വന്ന് പറയില്ല, നമ്മൾ തന്നെ പറഞ്ഞേ പറ്റുള്ളൂ. നമ്മളെപ്പോഴും നമ്മൾ കുറേ പേരെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ജീവിച്ചിട്ട് ഈ ചുറ്റും നിൽക്കുന്ന ആൾക്കാർക്കൊന്നും സന്തോഷം കിട്ടുകയില്ല, നമുക്കും സന്തോഷമില്ല. അതായത് ചിലപ്പോൾ നമ്മൾ പറയില്ല നമുക്കൊരിക്കലും ഒരാളെ കൊടുത്തു നിറയ്ക്കാൻ പറ്റില്ല എന്ന് പറയുന്ന പോലെ, നമുക്കിങ്ങനെ കൊടുക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഓൾവേസ് ഗിവർ ഈസ് ഓൾവേസ് എ ഗിവർ എന്ന് പറയുന്ന പോലെ നമ്മൾ ചിലപ്പോൾ കണ്ടിന്യൂസ് കൊടുത്തുകൊണ്ട് മാത്രമേ ഇരിക്കുകയായിരിക്കും. അപ്പം നമ്മുടെ പാത്രം ഇവിടെ എംപ്റ്റി ആവുന്നുണ്ട്, അത് നമ്മൾ പലപ്പോഴും അറിയുന്നില്ല. തിരിച്ചിങ്ങോട്ട് എന്തെങ്കിലും വല്ലപ്പോഴും കിട്ടിയാലാണ് ഇത് ബാലൻസ് ആയി പോവുള്ളൂ. അങ്ങനെ അല്ലാതെ വെറുതെ ഗിവേഴ്സ് മാത്രമായിട്ട് ഇരിക്കുകയാണോ നമ്മൾ നമ്മുടെ ലൈഫിൽ എന്നുള്ളത് നമ്മൾ നോക്കണം. ഇനി അങ്ങനെ ആണെന്ന് ഏതെങ്കിലും പോയിന്റിൽ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ചില ബൗണ്ടറീസ് സെറ്റ് ചെയ്യണം. അവനവന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ഉറപ്പായിട്ട് മുമ്പോട്ടിറങ്ങണം. അത് വേറെ ആരും വന്നിട്ട് നിനക്കിത് ചെയ്തുകൂടെ, നീ ചെയ്യുമെന്ന് പറഞ്ഞാൽ നമ്മളെ പുഷ് ചെയ്യാനില്ല എന്ന് വരാം. പക്ഷെ അത് നമ്മളോട് തന്നെ പറയേണ്ടത്. നമ്മുടെ ഏറ്റവും വലിയ മോട്ടിവേറ്റർ നമ്മൾ തന്നെയാണ്. അതിനിപ്പോൾ ഒരു മോട്ടിവേഷൻ സ്പീക്കറിനും അല്ലെങ്കിൽ വേറൊരാൾക്കും നമ്മൾ ഒരു പോയിന്റ് കൂടുതൽ അത് പറയുമ്പോൾ കേൾക്കുമ്പോൾ നമുക്കൊരു അഡ്രിനാലിൻ റഷ്, ഒരു ഗൂസ് ബമ്പൊക്കെ വന്നെന്നിരിക്കും അല്ലേ. ഒരാൾ പറഞ്ഞു ഓക്കെ എൻ്റെ ജീവിതം ഫയറാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ ആയുസ് അത്രയേ ഉള്ളൂ. ഇത് ഇറങ്ങി കഴിയുമ്പോഴേക്കും നമ്മൾ വിട്ടു. മോട്ടിവേഷൻ അത് ഉള്ളിൽ നിന്ന് വരേണ്ടതാണ്. അത് നമ്മളോട് പറയേണ്ട കാര്യമാണ്. ഇപ്പോൾ മാം നമുക്കറിയാം ജോലി ചെയ്യുന്ന സ്ത്രീകളുണ്ട്, അതുപോലെ രണ്ടും ഹാൻഡിൽ ചെയ്യാൻ പറ്റാതെ ബുദ്ധിമുട്ടുന്ന കുറേ സ്ത്രീകളുണ്ട്. മാം അറ്റ് എ ടൈം ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അങ്ങനെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സ്ത്രീകളോട് എന്താ മാമിന് പറയാനുണ്ടാവുക? ഈ രണ്ട് തരത്തിലുള്ള സ്ത്രീകളുണ്ട്. അതായത് ഇപ്പം വർക്കും ലൈഫും കൂടെ കൊണ്ടുപോകുന്ന സ്ത്രീകളുണ്ട്. വർക്ക് ചെയ്യാൻ പറ്റാതെ
വീട്ടിലിരിക്കുന്ന സ്ത്രീകളുണ്ട്, വർക്ക് ചെയ്യേണ്ടെന്ന് ഡിസൈഡ് ചെയ്തിട്ട് വീട്ടിലിരിക്കുന്ന സ്ത്രീകളുണ്ട് കേട്ടോ. സ്വന്തം ചോയ്സിൽ വർക്ക് ചെയ്യേണ്ടെന്ന് വിചാരിച്ചിരിക്കുന്ന സ്ത്രീകളുണ്ട്, വർക്ക് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് വീട്ടിലിരിക്കുന്ന സ്ത്രീകളുണ്ട്, വർക്കും ഇതും കൂടെ വർക്ക് ഉണ്ടായിട്ട് ഇത് ബാലൻസ് ചെയ്യാൻ പറ്റാതെ പോകുന്ന സ്ത്രീകളുണ്ട്. അപ്പം എല്ലാം ഡിഫിക്കൽട്ടാണ്. ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും സൊസൈറ്റി നമ്മളെ പലതരത്തിൽ ജഡ്ജ് ചെയ്യും. ഈ വർക്കിംഗ് വുമണിന് പറ്റുന്ന പല പ്രശ്നങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീട്ടിലും പെർഫെക്റ്റ് ആയിരിക്കണം എന്ന് വീട്ടുകാരും വിചാരിക്കും, ഓഫീസിൽ പെർഫെക്റ്റ് ആയിരിക്കണം എന്നുള്ളത് അവിടെ ഉള്ളവരും വിചാരിക്കും. അപ്പോൾ ഈ പെർഫെക്ഷൻ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഓട്ടമാണ് പല സ്ത്രീകളുടെയും. നല്ല അമ്മയായിരിക്കണം, നല്ല ഭാര്യ ആയിരിക്കണം, നല്ല മരുമകളായിരിക്കണം, ഇതിൻ്റെ കൂടെ നല്ല എംപ്ലോയി ആയിരിക്കണം, ഇങ്ങനത്തെ എല്ലാം കൂടെ ചെയ്യാൻ നോക്കിയിട്ട് എങ്ങും എത്താതെ വന്ന് സ്ട്രഗിൾ ചെയ്യുന്ന സ്ത്രീകൾ ഒരുപാടുണ്ട്. എന്നാൽ എനിക്കൊരു ജോലിയും കൂടി ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് എൻ്റെ വീട്ടിൽ തന്നെയെങ്കിലും കുറച്ചും കൂടെ വാല്യൂ കിട്ടിയെങ്കിലോ എന്ന് വിചാരിച്ച് എന്നാൽ വർക്ക് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനിലിരിക്കുന്ന സ്ത്രീകളുണ്ട്. എന്നാൽ എനിക്ക് ജോലിയൊന്നും ചെയ്യണ്ട, ഞാൻ വീട് നോക്കി ഇരുന്നോളാം എന്നുള്ളത് ഹാപ്പിലി ഹൗസ് വൈഫ്സ് ആയിട്ടിരിക്കുന്ന സ്ത്രീകളുണ്ട് കേട്ടോ. അങ്ങനെയുള്ള സ്ത്രീകളെ നമ്മൾ പോയിട്ട് ജഡ്ജ് ചെയ്യും. ഇവിടെ ഇത്ര പഠിച്ചല്ലേ, ഇവർക്ക് എന്തെങ്കിലും ജോലിക്ക് പോകൂടെ? ലൈക്ക് ഇറ്റ്സ് ദെയർ ചോയ്സ്. അവർക്ക് വേറെ ഇൻകം ഉണ്ട്, അവരതിൽ ഹാപ്പി ആണെന്നുണ്ടെങ്കിൽ അതും അവരുടെ ചോയ്സാണ്. അപ്പോൾ എങ്ങനെയൊക്കെ ആയിരുന്നാലും ഹാപ്പി ആയിരിക്കാൻ ശ്രമിക്കുക. ഞാൻ എപ്പോഴും എല്ലായിടത്തും സ്ത്രീകളോടെന്നല്ല എല്ലാവരോടും പറയുന്ന കാര്യമാണ്, നമ്മൾ ഭയങ്കര പെർഫെക്ഷൻ നോക്കാൻ പോകുമ്പോഴാണ് എല്ലാ റോളുകളിലും നമുക്ക് പെർഫെക്റ്റ് ആയിരിക്കാൻ പറ്റില്ല. നമുക്ക് പറ്റുന്നതിൻ്റെ 100% ആത്മാർത്ഥതയോടെ കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ മാം, ഇപ്പോൾ മാം ഓരോരുത്തരോട് സംസാരിക്കുന്നുണ്ട്, കൂടുതൽ സ്ത്രീകളാന്ന് പറഞ്ഞിട്ടുണ്ട്. പുരുഷന്മാരാരെങ്കിലും വിളിച്ചിട്ട് തീർച്ചയായിട്ടും പറഞ്ഞിട്ടുണ്ട്? യെസ്, മെജോറിറ്റി സ്ത്രീകളാണ് എന്ന് പറഞ്ഞതേ ഉള്ളൂ. പുരുഷന്മാർ ഇഷ്ടംപോലെ പേരുണ്ട്, ക്ലയൻസ് ആയിട്ട് പുരുഷന്മാരുണ്ട്. ഓക്കെ മാം, അപ്പോൾ എന്തായാലും നമ്മളോട് ഇത്രയും നേരം ടൈം സ്പെൻഡ് ചെയ്തതിന് ഒരുപാട് താങ്ക്സ്. ഗുഡ് ജോബ് ആക്ച്വലി. താങ്ക് യു സോ മച്ച്. അപ്പോൾ നമ്മുടെ ദി വൺ ആൻഡ് ഓൺലി ഷീയുടെ പ്രേക്ഷകരോട് മാമിന് എന്താ പറയാനുള്ളത്? അവനവൻ്റെ സന്തോഷം വളരെ പ്രധാനമാണ്. അതിൻ്റെ മീനിങ് നമ്മൾ സെൽഫിഷ് ആയിരിക്കുക എന്നുള്ളതല്ല. മറ്റുള്ളവർക്കൊക്കെ എല്ലാം നമ്മൾ വീതം വെച്ച് കൊടുക്കുന്ന കൂട്ടത്തിലും നമ്മളോടൊരു ജസ്റ്റിസ് കാണിക്കുന്നുണ്ടെന്നുള്ളത് മേക്ക് ഷുവർ ചെയ്യുക. അല്ലെങ്കിൽ എൻഡ് ഓഫ് ദി ഡേ നമുക്ക് സന്തോഷം ഉണ്ടാവില്ല. അപ്പോൾ എല്ലാവർക്കും ആ സന്തോഷം ഉണ്ടാവട്ടെ. ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു മാം. അപ്പോൾ എന്തായാലും മാം ഇനി ഒരുപാട് പേർക്ക് ഇൻസ്പിറേഷൻ ആവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായിരിക്കുകയാണ്. നമുക്ക് അടുത്ത ദിവസം മറ്റൊരു സ്പെഷ്യൽ ഗസ്റ്റുമായിട്ട് കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ ഫ്രം പവിത്ര.